Hi friends, welcome back to Widget Master. സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയുടെ ട്രെയിലർ പുറത്തിറങ്ങി കഴിഞ്ഞിരിക്കുന്നു. സിനിമയുടെ ട്രെയിലർ ഇറങ്ങിയപ്പോൾ തന്നെ ധാരാളം റൂമറുകളും തിയറികളും ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. ഇത് മാത്രമല്ലാതെ ട്രെയിലറിന്റെ പർട്ടിക്കുലർ പോർഷൻസിൽ നമുക്ക് എന്തൊക്കെയോ മനഃപൂർവ്വം അവർ മറച്ചിട്ടുള്ളത് പോലെ, അഥവാ എന്താണോ നോവേ ഹോമിന്റെ ട്രെയിലറിൽ അവർ കാണിച്ചിരുന്നത് അതുപോലെ ചില സീൻസൊക്കെ മറച്ചിട്ടുള്ളത് പോലെ നമുക്ക് തോന്നിയിട്ടുണ്ട്. തോന്നൽ മാത്രമല്ല, അത് നടക്കാനുള്ള ചാൻസ് അല്ലെങ്കിൽ പോസിബിലിറ്റി വളരെയധികം കൂടുതലാണ്. എന്നാൽ ഇതിനേക്കാളും ഉപരി നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കേണ്ടത് കോമിക്സ് തന്നെയാണ്. കാരണം കോമിക്സിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് മാർവൽ ഓരോ കഥാപാത്രങ്ങളെയും ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരുന്നത്. ആ ഒരു അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ബ്രാൻഡ് ന്യൂ ഡേ എന്ന സിനിമയുടെ ട്രെയിലറിൽ നമ്മൾ ഒന്നും തന്നെ കണ്ടിട്ടില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇത് മാത്രമല്ലാതെ ഈ ഒരു എവല്യൂഷൻ തീർച്ചയായിട്ടും നമുക്ക് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സ്പൈഡർമാനെ നമുക്ക് നൽകുകയും ചെയ്യും. ഇപ്പോൾ ഇത്തരത്തിലുള്ള തിയറികൾ ധാരാളം കറങ്ങി. സോ എന്തൊക്കെ തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇതുമായി ബന്ധപ്പെട്ടൊന്ന് നോക്കിക്കളയാം. സോ അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോയിലോട്ട് അടക്കാൻ പറ്റും. നിങ്ങൾ എൻ്റെ ഈ ചാനലിലെ വീഡിയോ കാണുന്നെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അനൗൺസ് ചെയ്യുക. ചിലപ്പോൾ പുതിയ കൂടെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ബ്രാൻഡ് ന്യൂ ഡേ ഒരു ഫ്രണ്ട്ലി നെയ്ബർഹുഡ് സ്പൈഡർമാനായിട്ട് നാം നമ്മുടെ പീറ്റർ പാക്കറിനെ ഈ ഒരു സിനിമയിലൂടെ കാണുന്നു. ബേസിക്കലി ഈ ഒരു സിനിമയുടെ ത്രെഡ് അല്ലെങ്കിൽ ബേസ് കൺസെപ്റ്റായിട്ട് അവർ കൊണ്ടുവരാൻ പോകുന്നത് ഇത് മാത്രമാണ്. എന്നാൽ ട്രെയിലർ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് സ്പൈഡർമാൻ ഇപ്പോൾ ഓർഗാനിക് വെബിങ് വരുന്നു. ഇതുകൂടാതെ എന്താണോ നമ്മൾ ടോബി മാഗുവയറിന്റെ സ്പൈഡർമാനിൽ കണ്ടിട്ടുള്ളത് അത്തരത്തിലുള്ള പവേഴ്സൊക്കെ ഈ ഒരു കഥാപാത്രത്തിൽ വരുന്നു. അഥവാ എല്ലാം ഒന്നേന്ന് പഠിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നുണ്ട്. അഥവാ വെബ് രണ്ടും സ്വിങ് ചെയ്യുമ്പോൾ ഇപ്പോൾ അത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അത് എത്രമാത്രം പോകും എന്നുള്ളതിനെ പറ്റി. സോ അതുപോലെ തന്നെ ഒന്നേന്ന് പഠിക്കുന്ന രീതിയിലായിട്ട് അല്ലെങ്കിൽ നമ്മുടെ പീറ്റർ പാക്കറിനെ കാണുന്നുണ്ട്. ഇത് മാത്രമല്ലാതെ ഓരോ ചെറിയ ശബ്ദം പോലും പുള്ളിക്ക് ഇപ്പോൾ തിരിച്ചറിയാൻ സാധിക്കുന്നു, അല്ലെങ്കിൽ അത് ഡിസ്റ്റർബൻസ് ആകുന്നുണ്ട് തുടക്കത്തിൽ. സോ ഇത്തരത്തിൽ ധാരാളം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. എന്നാൽ ഇത്ര മാത്രമാണോ ഈ ഒരു സിനിമയിൽ നടക്കാൻ പോകുന്നത് അല്ലെങ്കിൽ കാണാൻ പോകുന്നത്? ഒരിക്കലുമല്ല. ഈ ഒരു ട്രെയിലറിൽ തന്നെ പറയപ്പെടുന്നുണ്ട് സ്പൈഡറിന് ഏകദേശം 3 എവല്യൂഷൻ ഫേസ് ഉണ്ട് എന്നുള്ള രീതിയിൽ തന്നെ. ആ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം 3ഓളം രൂപത്തിൽ നമ്മുടെ ഈ ഒരു സ്പൈഡർമാനെ അല്ലെങ്കിൽ നമ്മുടെ പീറ്റർ പാക്കറിനെ ഈ ഒരു സിനിമയിൽ കാണാൻ സാധിക്കും. ഒരു സ്പൈഡർ അല്ലെങ്കിൽ നോർമൽ സ്പൈഡർ എന്ന കൺസെപ്റ്റിലൂടെയാണ് അവരത് പറയുന്നത്. എന്നാൽ പോലും ഒരു സിനിമ ആംഗിൾ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കോമിക് ബുക്ക് എന്ന രീതിയിൽ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരുപാടധികം വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ കാണാൻ സാധിക്കും. അതിൽ തന്നെ ഏറ്റവും ആദ്യത്തത് ഈ ഒരു ട്രെയിലറിൽ കാണിച്ചിട്ടുള്ളത് പോലെ നമ്മുടെ സ്പൈഡർമാന് ഒരു എവല്യൂഷൻ സംഭവിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം കോമിക്സിൽ നമ്മൾ അപ്രകാരം കണ്ടിട്ടുണ്ട്. കാരണം കോമിക് സീരീസിൽ നമ്മുടെ പീറ്റർ പാക്കർ മരിച്ചിട്ടുണ്ട്. ലിറ്ററലി ഒരു വില്ലനുമായിട്ട് ഫൈറ്റ് ചെയ്യുന്ന അവസരത്തിൽ വില്ലനെ തോപ്പിച്ചു എന്നാൽ പോലും നമ്മുടെ സ്പൈഡർമാൻ അല്ലെങ്കിൽ പീറ്റർ പാക്കർ മരിച്ചു. അത്രമാത്രം ശക്തനായിട്ടുള്ള ഒരു വില്ലനാണ്. നമ്മുടെ പീറ്ററിന്റെ കണ്ണു പോലും എടുത്ത് തിന്നു. അത്രമാത്രം അപകടം പിടിച്ച ഫൈറ്റ്. ഒടുവിൽ നമ്മുടെ പീറ്റർ മരിക്കുന്നു. ഈ ഒരു സമയം പീറ്റർ അവഞ്ചേഴ്സിൻ്റെ അംഗമായിരുന്നു. സോ അതോടെ തന്നെ അവഞ്ചേഴ്സ് എല്ലാവരും ചെന്ന് പീറ്ററിനെ അവരുടെ ആ ഒരു സ്ഥലത്ത് കൊണ്ടുവരികയും എന്നാൽ തൊട്ടടുത്ത നിമിഷം പീറ്ററിൻ്റെ ഉള്ളിൽ നിന്നും അഥവാ ആ ഒരു ഡെഡ് ബോഡിയുടെ ഉള്ളിൽ നിന്നും എന്തോ ഒരു സാധനം ഇറങ്ങിപ്പോയി ഒരു ബ്രിഡ്ജിൻ്റെ അടിയിലായിട്ട് ഒരു കൊക്കോൺ പോലെ ഫോം ചെയ്തു. ആ ഒരു കൊക്കോണിൽ നിന്നും മറ്റൊരു പീറ്റർ പാക്കർ പുറത്തു വന്നു. എന്നാൽ ഈ ഒരു പീറ്റർ പാക്കറിന് വളരെയധികം പവർ ഉണ്ടായിരുന്നു. അഥവാ നോർമൽ നമ്മൾ സ്പൈഡർമാനെ കാണുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള എന്തൊക്കെയോ പവർ ഈ ഒരു പീറ്റർ പാക്കറിൽ ഉണ്ടായിരുന്നു. മനുഷ്യൻ എന്നതിലുപരി ഒരു പ്രോപ്പർ സ്പൈഡർമാനായിട്ട് മാറിയിരിക്കുകയായിരുന്നു പീറ്റർ പാക്കർ ഈ അവസരത്തിൽ. അഥവാ ഹ്യൂമൻ ഇമോഷൻസിനേക്കാൾ കൂടുതൽ കൺട്രോൾ ചെയ്തിരുന്നത് സ്പൈഡറിൻ്റെ ഇമോഷൻസ് ആയിരുന്നു, അല്ലെങ്കിൽ സ്പൈഡർ മാനായിട്ടായിരുന്നു. സോ അത്തരത്തിലുള്ളൊരു എവല്യൂഷൻ സംഭവിക്കുന്നു. ഈ ഒരു രീതി തന്നെയാണ് നമുക്ക് ഈ ഒരു ട്രെയിലറിൻ്റെ തുടക്കത്തിൽ അല്ലെങ്കിൽ ട്രെയിലറിൻ്റെ മുഴുനീളവും അവർ കാണിച്ചിട്ടുള്ളത്. പീറ്റർ പാക്കറിന് എന്തോ സംഭവിക്കുന്നു, അഥവാ ട്രെയിലറിൻ്റെ ഒരു പർട്ടിക്കുലർ പോർഷൻസിലായിട്ട് പെട്ടെന്ന് എന്തോ സംഭവിച്ച് താഴെ വീഴുന്നു. ശേഷം ഓർഗാനിക് വെബിങ് വരുന്നു. ഇത് മാത്രമല്ലാതെ മുൻപേ ഞാൻ പറഞ്ഞതുപോലെ ആ ഒരു പീറ്റർ ടിംഗ്ലിംഗ് എല്ലാം വളരെയധികം എഫക്റ്റീവായിട്ട് നിൽക്കുന്നു. ഇത്ര മാത്രമാണോ സിനിമയിൽ സംഭവിക്കാൻ പോകുന്നത്? ഒരിക്കലുമല്ല. ഇനി നമുക്ക് കോമിക്സ് നോക്കാം. കോമിക്സിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു മുൻപ് ഞാൻ പറഞ്ഞതുപോലെ ഒരു സ്റ്റോറി ലൈൻ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അതിനേക്കാളും അഡ്വാൻസ് ആയിട്ടുള്ള മറ്റൊരു സംഭവം കൂടി നടന്നിട്ടുണ്ട്. ഒരു പ്രോപ്പർ സ്പൈഡർമാനായിട്ട് അല്ലെങ്കിൽ ഒരു പ്രോപ്പർ സ്പൈഡറായിട്ട് നമ്മുടെ പീറ്റർ പാക്കർ മാറുന്നത്. അഥവാ പീറ്ററിന്റെ ശരീരത്തിലൂടെ പുതിയ 4 കൈകൾ വരുന്നു. ചുരുക്കി പറഞ്ഞാൽ മൊത്തം 6 കൈ, 8 ലിംബ് ശരീരത്തിൽ മുഴുവനായിട്ട് ഉണ്ട് എന്ന് വേണമെങ്കിലും പറയാം. ഇത്തരത്തിലുള്ള രൂപത്തിലേക്ക് പീറ്റർ മാറുന്നു. കാരണം റേഡിയോ ആക്റ്റീവ് സ്പൈഡറാണ് കടിച്ചിട്ടുള്ളത്. സോ അതോടെ തന്നെ ജനറ്റിക്കലായിട്ട് ചേഞ്ചസ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. സോ അതോടെ തന്നെ എവല്യൂഷൻ്റെ പർട്ടിക്കുലർ പോയിന്റിലേക്ക് എത്തിക്കഴിയുമ്പോൾ സഡനായിട്ട് ഇത്തരത്തിലുള്ള ഒരു പുതിയ 4 ലിംബ് കൂടെ ശരീരത്തിൽ വരുന്നു. മൊത്തത്തിൽ 6 കൈ. 2 കോമിക് എഡിഷനിലായിട്ട് നമുക്ക് ഇത്തരത്തിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഒന്നിലായിട്ട് പീറ്റർ പാക്കർ ഇതുമായി ജീവിക്കുന്നു. ഇതൊരു ആനിമേഷൻ സീരീസിലാണ്, അത് നമുക്ക് പിന്നീട് സംസാരിക്കും. എന്നാൽ മറ്റൊന്നിൽ നമ്മൾ കാണുന്നത് പീറ്റർ പാക്കറിനെ ഇത് വളരെയധികം ബാധിക്കുകയും ശേഷം പീറ്റർ എങ്ങനെ ഇതിൽ നിന്നും രക്ഷപ്പെടാൻ നോക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു സീരീസിൽ കാണുന്നത്. ശേഷം ലിസാൻ്റെ പക്കലേക്ക് നമ്മുടെ പീറ്റർ പോകുന്നു. കാരണം പുള്ളി ഒരു വില്ലനാണ് എന്നതിലുപരി ഒരു വലിയ പേരുകേട്ട സയൻറ്റിസ്റ്റ് കൂടിയാണ്. ശേഷം പീറ്ററും ലിസാർഡും പിന്നീട് നമ്മുടെ മോബീസും ചേർന്ന് ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുന്നു. പീറ്റർ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ഒരു സിറം കഴിച്ചത് മൂലം പീറ്ററിൻ്റെ ഉള്ളിലൂടെ
ഈ ഒരു 4 കൈകൾ പെട്ടെന്നാണ് സംഭവിച്ചത്. അഥവാ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു എവല്യൂഷൻ്റെ സ്പീഡ് കൂടിയത്. ശേഷം ഇതിനെ റിവേഴ്സ് ചെയ്യാനുള്ള ഒരു മരുന്ന് പോലെ തന്നെ അവർ കണ്ടുപിടിക്കുന്നു. ഒടുവിലായിട്ട് നേരെയാവുക തന്നെ ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ ഒരു അവസരത്തിൽ നമ്മൾ കാണുന്നത് ലിസാർഡ് ആ ഒരു സമയം ഹ്യൂമൻ ഫോമിലായിരുന്നു എങ്കിൽ ശേഷം ഇതിൻ്റെ ഒരു സ്ട്രെസ്സും ഇതുണ്ടാക്കിയ ആ ഒരു ഇമ്പാക്റ്റും കാരണത്താൽ വീണ്ടും പഴയതുപോലെ ലിസാർഡായിട്ട് മാറുന്നു എന്നുള്ളതാണ്. എന്നാൽ ഈ ഒരു സിനിമയിൽ വന്നു കഴിയുമ്പോൾ ലിസാർഡ് ഇല്ല. എന്നാൽ മറ്റൊരു കഥാപാത്രം ഈ ഒരു സാഹചര്യത്തിന് കൃത്യമായിട്ട് അഡാപ്റ്റ് ചെയ്യുന്ന രീതിയിലുണ്ട്. അത് മറ്റേ തന്നെയല്ല, ഹൾക്ക് തന്നെ. ഒരു പ്രശ്നം നമ്മൾ പീറ്റർ ആദ്യം ചെന്ന് കയറുന്നത് നമ്മുടെ ബ്രൂസിൻ്റെ അടുക്കൽ തന്നെയാണ്. ബ്രൂസിന് ഒരിക്കലും ലിസാർഡാക്കാൻ സാധിക്കില്ല. എന്നാൽ ബ്രൂസിന് തീർച്ചയായിട്ടും ഹൾക്കാവാൻ സാധിക്കും. അത് പ്രൊഫസർ ഹൾക്കാണോ അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ളത് പോലെ നമ്മുടെ ആ ഒരു വയലൻ്റ് ഹൾക്കാണോ എന്നുള്ളതെല്ലാം ഇനി കാണേണ്ടിയിരിക്കുന്നു. കൃത്യമായിട്ടും ഡാനിയൽ ഡസ്റ്റിൻ 2 കോമിക് എഡിഷനുകളെ കൃത്യമായിട്ടും ഇതിലേക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. തുടക്കത്തിലെ പറഞ്ഞതുപോലെ തന്നെ 3ഓളം എവല്യൂഷൻ സ്റ്റേജ് ഉണ്ട്. അതിൽ ആദ്യത്തെ എവല്യൂഷൻ സ്റ്റേജിൽ ഓർഗാനിക് വെബിങ്ങും മറ്റും വരുന്നത് കണ്ടു. രണ്ടാമത്തത് നമ്മൾ കണ്ടു ഇത്തരത്തിൽ കൈകൾ വരുന്നത്. ഈ മൂന്നാമതാണ് കുറച്ചുകൂടി അപകടം പിടിച്ചത്. മാൻ സ്പൈഡർ. ലിറ്ററലി സ്പൈഡർ മാൻ ഒരു സ്പൈഡറായിട്ട് തന്നെ മാറുന്നു. അഥവാ നമ്മുടെ പീറ്റർ പാർക്കർ പൂർണ്ണമായിട്ടും ഒരു സ്പൈഡറായിട്ട് തന്നെ മാറുന്നു. സോ ഒരു മാൻ സ്പൈഡറായിട്ട് മാറുന്നു. സ്പൈഡറിനെ പോലെ അത്രത്തോളം വലിപ്പം ഉണ്ടാകുന്നു. ലിംസും മറ്റും കാര്യങ്ങളും അങ്ങനെ തന്നെ ഡെവലപ്പ് ആകുന്നു. മുഖം മൊത്തം മാറുന്നു. വായിൽ നിന്നും കെമിക്കൽസും മറ്റും വരുന്ന രീതിയിലേക്ക് ഫുള്ളി അഡാപ്റ്റ് ആകുന്നു. ഒരു ആനിമേറ്റഡ് സീരീസിലൂടെയാണ് മാർവൽ ഇത്തരത്തിലുള്ളൊരു വേർഷനെ കാണിച്ചിട്ടുള്ളത്. വളരെയധികം അപകടം പിടിച്ചതാണ്. ഈ ഒരു അവസ്ഥയിലേക്ക് വന്നു കഴിയുമ്പോൾ മാൻ സ്പൈഡറിന് മറ്റാരെയും തിരിച്ചറിയാനോ സംസാരിക്കാനോ ഒന്നും തന്നെ സാധിക്കില്ല. നമ്മുടെ ഹൾക്കിൻ്റെ ഒരു എക്സ്ട്രീം വേർഷനാണ് ഇതെന്നാണെങ്കിലും നമുക്ക് പറയാൻ സാധിക്കും അത്തരത്തിലുള്ള ഒന്ന്. ഇനി ഇത്തരത്തിലാണോ ഡാനിയൽ ഡസ്റ്റിൻ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്നതെന്ന് പോലും കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. എന്നിരുന്നാലും പീറ്റർ പാർക്കറുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടും നല്ല ചേഞ്ചസ് ഈ ഒരു സിനിമയിൽ കാണാൻ പോകുന്നുണ്ട്. ട്രെയിലറിൻ്റെ പല പോർഷൻസിലായിട്ടും നമുക്ക് അത്തരത്തിലുള്ള ചില സൂചനകൾ ലഭിച്ചിരുന്നു. കണ്ണും കറക്കുന്നതായിട്ടും ഇതോടെ ബാക്കിയുള്ള രീതിയിലായിട്ടും. സോ അതോടെ തന്നെ ഒരു നോർമൽ സ്പൈഡർമാൻ എന്നതിലുപരി ഒരു മാൻ സ്പൈഡറോ അല്ലെങ്കിൽ മുൻപ് ഞാൻ പറഞ്ഞതുപോലെ ലിംസ് ഉണ്ടാകുന്ന രീതിയിലോ സ്പൈഡർമാൻ മാറിയേക്കാം. സ്പൈഡർമാൻ്റെ ആ ഒരു പോക്കും ഇതുകൂടാതെ കോമിക് ബുക്കുകളുടെ മറ്റും കാര്യങ്ങൾ നോക്കുമ്പോൾ നമുക്ക് അത്തരത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് മാത്രമല്ലാതെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സ്പൈഡർമാൻ്റെ ഇമോഷൻ എപ്പോഴും തൻ്റെ പവറിനെ ഒരുപാടധികം ബന്ധപ്പെട്ടിരിക്കുന്നു. അല്ലെങ്കിൽ അത് ഡയറക്റ്റ്ലി പ്രൊപ്പോഷനാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കുന്നു. ഹാപ്പി ആണെങ്കിൽ സ്പൈഡർമാൻ്റെ അല്ലെങ്കിൽ പീറ്ററിൻ്റെ പവർ അത്തരത്തിൽ പോസിറ്റീവായിട്ടിരിക്കും. എന്നാൽ വിഷമത്തിലോ അല്ലെങ്കിൽ വേറൊരു ഫോമിലോട്ടോ പീറ്ററിൻ്റെ ഇമോഷൻ മാറിക്കഴിഞ്ഞാൽ അത് അങ്ങനെയും വരാം. ഇത് ഓൾറെഡി നമ്മൾ സ്പൈഡർമാൻ 2 കണ്ടിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മുടെ സ്പൈഡർമാൻ അല്ലെങ്കിൽ പീറ്റർ പാർക്കർ പോകുന്ന ആ ഒരു മാനസികാവസ്ഥ വളരെയധികം മോശമാണ്. സോ അതുകൊണ്ട് തന്നെ എന്ത് വേണമെങ്കിലും ഈ ഒരു സാഹചര്യത്തിൽ സംഭവിക്കാം എന്നുള്ളതിന് 100% ഗ്യാരണ്ടിയുമുണ്ട്. സോ എന്തൊക്കെ തന്നെയാലും കാത്തിരിക്കാം. സോ അതോടെ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതോടൊപ്പം നിർദ്ദേശങ്ങളും ഇവിടെ കമന്റ് ബോക്സിൽ പെടുത്താം. നിങ്ങൾക്ക് നിർദ്ദേശ ഫാൻറ്ററിസും പ്ലോട്ട്സും ഇവിടെ കമന്റ് ബോക്സിൽ പെടുത്താം. ഇനി ഇതിൻ്റെ എപ്പിസോഡ് ഡീറ്റെയിൽ ക്ലിയർ ആയിട്ടും ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന പ്രതീക്ഷയോടെ എൻ്റെ രമൽ യു വാച്ചിങ് വിഡ്ജറ്റ് മാസ്റ്റർ.